ഈ രണ്ട് മുന്നണികളും ക്രൈസ്തവരെ അവഗണിച്ചപ്പോൾ ബി.ജെ.പി. ക്രൈസ്തവരിൽ നിന്നും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുകയാണ്. പക്ഷെ അത് വലിയ വിജയപ്രതീക്ഷയില്ലെങ്കിലും പ്രത്യേകിച്ച് നിലമ്പൂരിൻ്റെ മലയോര മേഖലയിൽ വലിയ രീതിയിൽ ബി.ജെ.പിക്ക് വോട്ട് ശേഖരിക്കാൻ കഴിയുമല്ലോ. അതെ, ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു പ്രധാന ആവശ്യമായിരുന്നു ഈ ബി.ജെ.പി. ആണ് മത്സരിക്കുന്നതെങ്കിൽ അത് ക്രൈസ്തവ സ്ഥാനാർത്ഥിയായിരിക്കണം എന്നുള്ളത്. ഇനി BDJS ആണ് ആ സീറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈഴവ വിഭാഗത്തിൽ തന്നെ. അതുപോലെ പാർട്ടി ഇങ്ങനെ ചില കാര്യങ്ങൾ അങ്ങനെ തീർച്ചപ്പെടുത്തി. പക്ഷേ അവർ ബി.ജെ.പി. ഒരു മുഖം രക്ഷപ്പെടുത്തുകയും കൂടെ ചെയ്തിരിക്കുകയാണ്. കാരണം ഈ മത്സരിച്ചില്ല എങ്കിൽ ഒരു പേരുദോഷമുണ്ടാകും, വോട്ട് മറിച്ചു എന്നുള്ള. പണ്ട് വോട്ട് കച്ചവടം നടത്തിയവർ എന്നൊരു പേരുദോഷം ഉണ്ടായിരുന്നു. അത് പിന്നെ കാലക്രമേണ മാറ്റിയെടുത്തു കൊണ്ടുവന്നു. പല പഞ്ചായത്ത് തലത്തിലായാലും ഭരണം പിടിച്ചെടുത്തു. അതുപോലെ നിയമസഭയിൽ വന്നു, ലോക്സഭയിലുമുണ്ട്. അപ്പോൾ ഒന്ന് രക്ഷപ്പെടുത്തി മുഖം മിനുക്കി നിൽക്കുകയാണ്. അങ്ങനെ നിന്ന അവസരത്തിൽ ഇനി 2 തെരഞ്ഞെടുപ്പ് കൂടി വരാൻ മുമ്പിൽ നിൽക്കുകയാണ്, തദ്ദേശവും നിയമസഭയും. ആ അവസരത്തിൽ ഇവിടെ സ്ഥാനാർത്ഥി ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ അത് വലിയ പേരുദോഷം ഉണ്ടാക്കും. പ്രത്യേകിച്ച് ബി.ജെ.പിക്ക് ക്രൈസ്തവ ബന്ധം വളരെ ദൃഢമായിട്ടുണ്ട് എന്ന് പറയുന്ന ഈ സമയത്ത് നിലമ്പൂരിൽ അത്തരത്തിലൊരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ ഇറക്കുമ്പോൾ എത്രത്തോളം വോട്ട് അധികം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലായിട്ട് നേടാൻ കഴിയുമെന്നുള്ള ഒരു പരീക്ഷണം കൂടിയാണിത്. കാരണം ക്രൈസ്തവർ ഇപ്പോൾ ക്രൈസ്തവ സഭയിൽ നിന്ന് തന്നെ പലരും പ്രധാനമന്ത്രിയെ കാണുന്നു, ബിഷപ്പുമാരുമായിട്ടൊരു കൂടിക്കാഴ്ചയൊക്കെ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ബി.ജെ.പി. ഘടകവും ക്രൈസ്തവരുമായിട്ട് കൂടുതൽ അടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഷോൺ ജോർജിനെയും PC ജോർജിനെയും പോലുള്ളവർ ആ കാര്യത്തിനകത്ത് കാര്യങ്ങൾ ഭംഗിയായിട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലമ്പൂരിൽ ഇതൊരു പരീക്ഷിക്കുകയാണ്. ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ അങ്ങോട്ട് ഇറക്കി കൊടുത്താൽ എത്ര പിൻബലം കിട്ടും. അപ്പോൾ അതിന് വന്നിരിക്കുന്നത് കേരള കോൺഗ്രസിൽ നിന്ന് തന്നെയാണ്. അത് കേരള കോൺഗ്രസിന് എന്ന് വിട്ടുവന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അവിടെയും നമുക്ക് ചില കാര്യങ്ങൾ വായിച്ചെടുക്കണം. ഇനിയും കേരള കോൺഗ്രസിൽ നിന്ന് പലരും വരാൻ തയ്യാറെടുക്കും ഇത് കാണുമ്പോൾ. കാരണം കേരള കോൺഗ്രസിൽ കൂടുതലും ക്രൈസ്തവരാണ്. അതിൽ കൂടുതൽ ക്രൈസ്തവരും ഉള്ളത് ഈ മാണി വിഭാഗത്തിലാണ്. അപ്പോൾ അവർക്കൊരു സൂചന കൂടിയാണ് കൊടുക്കുന്നത്, ക്രൈസ്തവർക്ക് ബി.ജെ.പിയിൽ സ്പേസ് ഉണ്ട്. പ്രത്യേകിച്ച് കാരണം അൻവർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടത് ഒരു ക്രൈസ്തവനായ ജോയിയെ നിലമ്പൂരിൽ മത്സരിപ്പിക്കണമെന്നാണ്. പക്ഷെ അതിൽ നിന്നുമാണ് ഈ ആര്യാട ചൗക്കത്തിലേക്ക് UDF എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇത് UDFനല്ലേ വലിയ രീതിയിൽ തിരിച്ചടിയാകാൻ പോകുന്നത്? UDFന് തിരിച്ചടി ഉണ്ടാക്കും. കാരണം ക്രൈസ്തവ വോട്ടുകൾ എന്ന് പറയുന്നത് ഒരു 20-25% അതെല്ലാം കിട്ടണമെന്നില്ല. പരമ്പരാഗതമായിട്ട് അത് കോൺഗ്രസിൽ പോകുന്നതുണ്ട്, അല്ലെങ്കിൽ CPM പോകുന്നതുണ്ട്. പക്ഷേ ഇപ്പോൾ സഭ തന്നെ നേരിട്ട് അങ്ങോട്ട് ഇടപെടുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. പണ്ട് സഭ ഇടയലേഖനം വായിക്കുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴതല്ല. ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കളുമായിട്ടൊക്കെ തന്നെ പരസ്യമായ ചർച്ചയും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. പരസ്യ പ്രസ്താവന പോലും നടത്തുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ ഭരണത്തെ വാഴ്ത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബിഷപ്പ് പാംപ്ലാനിയെ പോലുള്ള അവർ ഞങ്ങൾക്ക് റബ്ബറിന് എത്ര വില തന്നു കഴിഞ്ഞാൽ ഞങ്ങളൊരു MBA തരാം എന്നൊക്കെ പറയുകയും ചെയ്യുമ്പോൾ അത് ഇവരും ക്രൈസ്തവരുമായിട്ടുള്ള ഒരു വലിയ അടുപ്പമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതുകൊണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഈ പരമ്പരാഗതമായിട്ടുള്ള വോട്ടുകളിലും മറിയാനുള്ള സാധ്യതയുണ്ട്. അവർ വിചാരിക്കും നമുക്ക് ക്രൈസ്തവന് തന്നെ വോട്ട് കൊടുത്താൽ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് അവർ ആലോചിക്കും. ഇപ്പം ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് വന്നിരിക്കുന്ന ആളാണ് മോഹൻ ജോർജ്. മോഹൻ ജോർജ് പിന്നെ ഓൺലൈനായിട്ട് അംഗത്വം എടുത്ത ആളാണ്. അതൊന്നുമല്ല പാർട്ടി നോക്കിയിരിക്കുന്നത്, ഈ ക്രൈസ്തവനെ തന്നെ ഇറക്കുക എന്നുള്ളതിൻ്റെ ഒരു ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആവശ്യം തന്നെ ആയിരുന്നു. അത് അവർക്ക് മുമ്പോട്ടൊരു വലിയ മൈലേജ് സൃഷ്ടിക്കുകയും ചെയ്യും. ഇനി ആദ്യം പറഞ്ഞത് എന്താണ്, മത്സരിക്കുന്നില്ല, അങ്ങനെ ഒരു മത്സരത്തിലേക്ക് പോകേണ്ട ആവശ്യം ഇവിടെ ഇല്ല. നിലമ്പൂരിൽ എന്തായാലും ബി.ജെ.പിക്ക്
ഒരു വിജയസാധ്യതയില്ല എന്നുള്ള ഉറപ്പാണ്. പക്ഷെ അതിനിടയ്ക്ക് തന്നെ വലിയ സാർ സൂചിപ്പിച്ചതുപോലെ വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട്. കാരണം BJPക്ക് ഉള്ളിൽ ഇത്രയും നാൾ ഒരു സ്ഥാനാർത്ഥി ഇല്ലേ, ഇത് പെട്ടെന്ന് ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിട്ടാണല്ലോ ഇദ്ദേഹം BJPയിൽ തന്നെ മെമ്പർഷിപ്പ് എടുക്കുന്നു എന്നൊരു വലിയ വിമർശനവും ഉണ്ടാകുന്നുണ്ടല്ലോ. അതെല്ലാം എങ്ങനെയായിരിക്കും BJP തരണം ചെയ്യുക? അല്ല, ഇത് അതുകൊണ്ടാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് തന്നെ എന്താണ്, ഒരു ക്രൈസ്തവ വിഭാഗത്തിലുള്ള ഒരാളെ തന്നെ നിർത്തണം. ഇപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിലുള്ള ഇപ്പോൾ ഓടിക്കൊണ്ടുവന്നിട്ട് ഷോൺ ജോർജിനെ ഒക്കെ നിർത്തുന്നതിനേക്കാളും അതിനകത്ത് പ്രധാനമായിട്ടെന്ന് പറയുന്നത് കേരള കോൺഗ്രസിനെ ഇങ്ങോട്ടേക്ക് അടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഉണ്ട്. ജോസഫ് വിഭാഗത്തിൽ നിന്ന് വന്ന ആളാണ് മോഹൻ ജോർജ്. ഇനി കേരള കോൺഗ്രസ് പല വിഭാഗങ്ങൾ കിടക്കുകയല്ലേ. ജോസ് കെ മാണി വിഭാഗമുണ്ട്. രണ്ട് പ്രബലരായിട്ടുള്ള രണ്ടുപേരെന്ന് പറയുന്നത് ജോസഫും പിന്നെ മാണിയുമാണ്. അപ്പോൾ ഈ മാണി വിഭാഗത്തിലുള്ളവർക്ക് പോലും ഇതൊരു പ്രചോദനമായിട്ട് വരാവുന്നതാണ്. കാരണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ പിന്നെ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഏതാണ്ട് ഒരു 40 സീറ്റ് മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്നവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അവരുടെ വിശ്വാസ്യത കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് ജനങ്ങൾക്ക് അവരിലുള്ള വിശ്വാസ്യത കണക്കിലെടുത്തുകൊണ്ട്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ പിന്നെ നീക്കം എല്ലാം കറക്റ്റാണ്. പിന്നെ രാജീവ് ചന്ദ്രശേഖർ കാര്യങ്ങൾ വളരെ സ്ട്രൈറ്റ് ആണ് ഇതിനകത്ത്. അതായത് അദ്ദേഹം തന്നെ മത്സരിക്കുമ്പോൾ, തിരുവനന്തപുരത്ത് MP ആയിട്ട് മത്സരിക്കുമ്പോൾ എല്ലാവരും ചോദിച്ചു അദ്ദേഹത്തോട്, മാധ്യമപ്രവർത്തകർ, എത്രത്തോളം വിജയസാധ്യതയുണ്ട്, എത്ര ഭൂരിപക്ഷം എന്നുള്ള രീതിയിലാണ്. അദ്ദേഹം പറഞ്ഞ് ശ്രമിക്കുന്നുണ്ട് വിജയത്തിലേക്ക്. അങ്ങനെ അതാണ് കറക്റ്റ്. വേറെ ഏത് സ്വതന്ത്രനോടാണെങ്കിൽ പോലും ചോദിച്ചാൽ പറയുന്നത് എന്താണ്, ഞാൻ ഇനി വിജയിക്കും, ഇനി ഭൂരിപക്ഷം എത്ര ആണെന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്നേ പറയത്തുള്ളൂ. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ അതിലേക്ക് പോയില്ല എന്നുള്ളതാണ്. അതാണ് അത് മറ്റേത് ഒരു പരമ്പരാഗത രാഷ്ട്രീയക്കാരൻ്റെ ഫേസാണ്. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ അതല്ല, കാര്യങ്ങൾ സ്ട്രൈറ്റ് ആണ്, ശ്രമിക്കുന്നുണ്ട്, ശരിയാണ്. ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് ഈ മണ്ഡലത്തിലേക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. പല വഴികളിലൂടെ അതിൻ്റെ ശ്രമം നടക്കുന്നു, അതേ പറയത്തുള്ളൂ. അതാണ് യഥാർത്ഥമായ ഒരു മത്സര രീതി. അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇവിടെയും ചോദിക്കുന്നത്, നമുക്ക് ഏതായാലും ഇപ്പോൾ അവിടെ വിജയസാധ്യത ഇല്ല, കാലക്രമേണ ഭാവിയിൽ ഉണ്ടാകും. വെറുതെ ഒരു സ്ഥാനാർത്ഥി അവിടെ കൊണ്ടുപോയി നിർത്തി സമയവും എനർജിയും ഒക്കെ എന്തിനു പാഴാക്കുന്നു, അത് വരാൻ പോകുന്ന മറ്റ് 2 തെരഞ്ഞെടുപ്പുകളിലേക്കും മാറ്റിവെക്കുക എന്നുള്ള രീതിയിൽ പോയത്. പക്ഷേ CPM BJP അന്തർധാര എന്നുള്ള ഒരു പിന്നാമ്പുറ വർത്തമാനം തുടങ്ങിയിട്ട് കുറേ നാളുകളായി. പ്രത്യേകിച്ച് സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കുന്ന സമയത്ത് അത് വളരെ ശക്തമാവുകയും ചെയ്തു. പൂരം കലക്കുകൾ ഇതൊക്കെയായിട്ട് അത് കൂടുതൽ ശക്തമായിട്ട് വന്നു. അപ്പോൾ ഇനി ഇവിടെങ്ങാനും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ ആ അഭിപ്രായത്തിന് ശക്തി കൂടും, ആക്കം കൂടും. അത് UDF. ഈ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോഴും നഷ്ടം സംഭവിക്കാൻ പോകുന്ന വീണ്ടും UDF-നാണല്ലോ. UDF-ന് തന്നെയായിരിക്കും നഷ്ടം സംഭവിക്കാൻ പോകുന്നത്. അത് അവർ കണക്ക് കൂട്ടി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ ജോയി ഇറക്കിയിരുന്നുവെങ്കിൽ വേറെ തരത്തിൽ. ഇനിയിപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അൻവറും സ്ഥാനാർത്ഥിയാകാൻ പോവുകയാണ്. അപ്പോൾ അവിടുത്തെ തിരക്കഥ കംപ്ലീറ്റ് അങ്ങ് മാറി. നമ്മൾ വിചാരിച്ച് അൻവർ UDF-ൻ്റെ പക്ഷത്ത് നിൽക്കുന്നു, UDF വിജയിച്ചു വരും. ഇനിയിപ്പോൾ അൻവറിൻ്റെ കാര്യമായിരിക്കും എന്താണെന്നുള്ളത്. UDF തോറ്റു കഴിഞ്ഞാൽ VD സതീശൻ്റെ കാര്യവും VD സതീശൻ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളതാണ്. കാരണം അൻവറിനെ ഇങ്ങോട്ടേക്ക് കയറ്റാത്തത്, അൻവറിനെ മഴയത്ത് നിർത്തിയത് അത്രയും VD സതീശൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും നിലമ്പൂർ ആകെ കൂടെ ഒരു വേറൊരു തരത്തിലുള്ള രാഷ്ട്രീയ പോരാണ് കാണാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.